ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. സോ രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സമ്മറി വെച്ചിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ശ്രീകാന്ത് ബല്ല എന്ന് പറഞ്ഞ ഓൺട്രപ്രണറെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതാണ്. സോ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രീകാന്ത് വാസ് ബോൺ blind in a small village in Andhra Pradesh to poor uneducated farmers. While some neighbors suggested his parents to abandon him because they saw him as a burden, his parents chose to shower him with love. Srikanth calls them the richest couple in the world because they valued him more than money or social pressure. അപ്പോൾ ശ്രീകാന്ത് ജനിക്കുന്നത് ബ്ലൈൻഡ് ആയിട്ടാണ്. ശ്രീകാന്ത് വാസ് ബോൺ ആസ് എ ബ്ലൈൻഡ് ഇൻ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ വില്ലേജിൽ, ആന്ധ്രാപ്രദേശിലെ ചെറിയ വില്ലേജിൽ ബ്ലൈൻഡ് ആയിട്ടാണ്. ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ഒരു കുട്ടിയായിട്ടാണ് ശ്രീകാന്ത് ജനിക്കുന്നത്. മാത്രമല്ല, ഹിസ് പേരൻസ് വെർ അൺഎഡ്യൂക്കേറ്റഡ് ഫാമേഴ്സ്. അവൻ്റെ അച്ഛനും അമ്മയും അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു. ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൃഷിക്കാരായിരുന്നു. അപ്പോൾ ഈ കുട്ടി ജനിച്ച സമയത്ത് സം ഓഫ് ദ നൈബേഴ്സ് ടോൾ ദ പേരൻസ് ദാറ്റ് ടു അബാൻഡൻ ദ ചൈൽഡ്, നിങ്ങളെ കുട്ടി നിങ്ങൾ ഒഴിവാക്കിക്കളി, ഉപേക്ഷിച്ചളി എന്ന് പറഞ്ഞു. ബട്ട് ഹിസ് പേരൻസ് ഡിസൈഡഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ്. അവൻ്റെ പേരൻസ് എന്ത് ചെയ്തു, അവനെ ഒഴിവാക്കാതെ എന്ത് ചെയ്തു, ദേ ഷവേർഡ് ദെയർ എക്സ്ട്രീം ലവ് ടു ശ്രീകാന്ത് ബല്ല. ശ്രീകാന്ത് ബല്ലക്ക് അവർ സ്നേഹം ചൊരിഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ശ്രീകാന്ത് ചെറിയ കുട്ടിയായി ഇങ്ങനെ വളരാൻ തുടങ്ങി. ശ്രീകാന്ത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹത്തിൻ്റെ പേരൻസിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? മൈ പേരൻസ് ആർ ദി റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ധനികരായിട്ടുള്ള കപ്പിളാണ് എൻ്റെ പേരൻസ്. അത് പൈസ കൊണ്ട് മാത്രമല്ല, എന്തും കൊണ്ടും കൂടാണ്, അവരുടെ വിശാലമായ മനസ്സുകൊണ്ടും കൂടാണ് അവർ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കപ്പിളാകുന്നത്. അതായത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടീനെ സ്നേഹത്തോടു കൂടെ നോക്കി വളർത്തി ഉണ്ടാക്കി എന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണ് ദേ are considered as the richest couple in the world by Srikanth Balla. Okay, ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുകളിലേക്കൊക്കെ പോകാം. എങ്ങനെയാണ് സ്കൂളിങ് തുടങ്ങിയത്, വാട്ട് ആർ ദി ക്രൈസിസ് ദാറ്റ് ഹി ഫേസ്ഡ് വെൻ ഹി സ്റ്റാർട്ടഡ് ഗോയിങ് ടു സ്കൂൾ എന്നുള്ള കാര്യങ്ങൾ. അതായത് സ്കൂളിൽ പോയി തുടങ്ങിയ സമയത്ത് അവൻ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതൊക്കെയാണ് ഇനി പറയുന്നത്. സോ ഇൻ ഹിസ് ഏർലി ഇയേഴ്സ് he was ignored by teachers and made to sit on the last bench, excluded from ആക്ടിവിറ്റീസ്. സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് ടീച്ചേഴ്സും അവൻ്റെ ഫ്രണ്ട്സും അവനെ ഇഗ്നോർ ചെയ്തു. ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ അവഗണിക്കാൻ തുടങ്ങി. അവർ ഒരു ആക്ടിവിറ്റിയിലും ഇവനെ പങ്കെടുപ്പിച്ചില്ല. സോ അങ്ങനെ എന്ത് ചെയ്യാണ്, ശ്രീകാന്ത് ബല്ല വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഒരു ദിവസം ശ്രീകാന്ത് പേരൻസിനോട് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഈ അവസ്ഥകളെ കുറിച്ചിട്ട്. ഞാൻ സ്കൂളിൽ ഒറ്റപ്പെട്ടിട്ടാണ്, കുട്ടികളൊക്കെ എന്നെ ഇഗ്നോർ ചെയ്യാണ്, ഈവൻ ടീച്ചേഴ്സ് are also ignoring me എന്ന് പറയുമ്പോൾ his relatives and his family, his parents decided to send him to a special school in Hyderabad. എല്ലാ കുട്ടികളും പഠിക്കുന്ന സ്കൂളിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്തു, സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ബ്ലൈൻഡും അങ്ങനത്തെ ഈ അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെയാണ് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയാം. അങ്ങനെ അവൻ എന്ത് ചെയ്തു, സ്പെഷ്യൽ സ്കൂളിൽ ചേർന്നു. അവിടെ അവൻ ടോപ്പറായിട്ട് മാറി. ഹി സ്കോർഡ് 90% ഓഫ് മാർക്ക് ഇൻ 10th grade. അങ്ങനെ 10th 90% മാർക്ക് വാങ്ങിയപ്പോൾ ദ ഗവൺമെൻറ് ടോൾ ഹിം to study art subject only or humanity subject only. He was not permitted to study science subject. സയൻസ് പഠിക്കാൻ പറ്റൂല എന്ന് ഗവൺമെൻറ് പറഞ്ഞു, ബിക്കോസ് ഹി വാസ് ബ്ലൈൻഡ്. സോ എന്താണ് ശ്രീകാന്ത് ചെയ്തത്? ശ്രീകാന്ത് filed a case. He sued the government. Sue എന്ന് പറഞ്ഞാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് സ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ, അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ he got
the information that you can study science in എന്താ പറയുക ഇൻ എ സ്കൂൾ ഇൻ ആന്ധ്രാപ്രദേശിലെ സ്കൂളിൽ നിനക്ക് സയൻസ് പഠിക്കുക എന്നുള്ള ഒരു കേസ് വിജയിച്ച ഇൻഫർമേഷൻ നമ്മൾ ശ്രീകാന്തിന് കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെ ഈ സ്റ്റഡീഡ് +2 with the help of a mentor. The mentor helped him to get ക്ലാസ്സസ് ത്രൂ ഓഡിയോ ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഓഡിയോ ക്ലാസ്സുകളിലൂടെ അവരുടെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ മെൻറ്റർ അവനെ പഠിപ്പിക്കുക. ഗവൺമെൻറ് ആദ്യമേ പറഞ്ഞിരുന്നു നിനക്ക് സയൻസ് ഒക്കെ പഠിക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ യുവർ ഓൺ റിസ്ക്, നിൻ്റെ റിസ്കിൽ തന്നെ ആവണം. വി ഗവൺമെൻറ് ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു എന്ന് നേരത്തെ എന്ത് ചെയ്തിരുന്നു ശ്രീകാന്തിന് ഗവൺമെൻറ്റിൻ്റെ ഈ ഓർഡർ കിട്ടിയല്ലോ, ഈ കേസ് വിജയിച്ച സമയത്തുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീകാന്ത് പഠിച്ചത് ഒരു ലേഡിയുടെ ഒരു മെൻറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, +2ലും അവന് 90% മാർക്കോടുകൂടെ പാസ്സായി. ആൻഡ് he wanted to study in one of the IITs in India. ഇന്ത്യയിലെ ഏറ്റവും ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് IITs അല്ലേ? എന്താണ് IIT എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. അപ്പോൾ കുറേ സ്ഥലത്ത് IITs ഉണ്ട്, മദ്രാസിലുണ്ട്, ചെന്നൈയിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള നൺ ഓഫ് ദ IITs in India is ready to accept him as a student. ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ ഞങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതിപ്പിക്കാനോ ഇവിടെ പഠിപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു. സോ ഹീ ഡിഡ് നോട്ട് വാണ്ട് ടു ഫൈറ്റ് എനിമോർ. പിന്നെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ഒരു ഫൈറ്റിന് അല്ലെങ്കിൽ പിന്നെ ഒരു നിയമ പോരാട്ടത്തിന് ശ്രീകാന്ത് തയ്യാറാവുന്നില്ല. ശ്രീകാന്ത് അപ്ലൈഡ് in higher universities in different foreign countries, especially the countries like അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ MIT എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. MIT എന്ന് പറഞ്ഞാൽ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. IITയുടെ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. സോ ഹി ഡിസൈഡഡ് ടു അപ്ലൈ ടു MITs. അങ്ങനെ MIT അവനെ അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവൻ MITയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, MITയിൽ പോയിട്ട് പഠിക്കുകയാണ്. അങ്ങനെ MITയിൽ നിന്ന് അവൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അവനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഐദർ ടു സ്റ്റേ ബാക്ക് ഇൻ അമേരിക്ക ഓർ ടു കം ബാക്ക് ടു ഇന്ത്യ. ഒന്നെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്ത് കല്യാണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാം, നല്ല ജോലി കിട്ടാൻ സാധ്യത ഉണ്ട്. കമ്പനികളൊക്കെ ഇവൻ്റെ കഴിവനുസരിച്ചിട്ട് കമ്പനികളൊക്കെ ഇവനെ കൊത്തിക്കൊണ്ടുപോകാനൊക്കെ തയ്യാറായിരുന്നു. ബട്ട് ഹീ ഡിഡ് നോട്ട് വാണ്ട് ടു ഡു ദാറ്റ്. ഹീ വാണ്ടഡ് ടു കെയിം ബാക്ക് ടു ഇന്ത്യ. അവൻ എന്തിനു തീരുമാനിച്ചു, ഞാൻ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്, കാരണം ഐ വോണ്ടഡ് ടു ഹെൽപ്പ് ദ പുവർ പീപ്പിൾ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ 10% ആയിട്ടുള്ള ആളുകൾ ഡിസേബിൾഡ് ആണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. ഡിസേബിൾ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരും സംസാരശേഷി ഇല്ലാത്തവരും മറ്റു ഡിസേബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ്. സോ എന്നെ പോലുള്ള ഒരാളുടെ ഹെൽപ്പ്, കാരണം ഇവനറിയാം ഇവൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത്, അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള ഒരാളുടെ ഹെൽപ്പ് അവർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കാളും ഉയരത്തിൽ അവർക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ശ്രീകാന്തിനുണ്ടായിരുന്നു. ആൻഡ് ഹി കെയിം ബാക്ക് ടു India. He started an industry. He started a company of his own. അയാളുടെ തന്നെ ഒരു കമ്പനി, അയാളുടെ സ്വന്തം പേരിൽ ഒരു കമ്പനി തുടങ്ങുകയാണ്. ബൊലാൻഡ് ഇൻഡസ്ട്രി എന്നാണ് ആ കമ്പനിയുടെ പേര്. അങ്ങനെ ഇന്ന് 100 കോടിയിലധികം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആയിട്ട് ബൊലാൻഡ് ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം ജോലി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളെ രത്തൻ ടാറ്റ പോലുള്ള ആളുകളൊക്കെ ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ IIT പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് അവഗണന നേരിട്ട ശ്രീകാന്ത് എത്രത്തോളം ഉയരങ്ങളിൽ എത്തി എന്നുള്ളതാണ് ഈ ചാപ്റ്റർ നമുക്ക് തരുന്ന മെസ്സേജ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, ഇഗ്നോർ ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. കാരണം ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ചിറകുണ്ട്, അവരത് വെച്ചിട്ട് പറക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ മെസ്സേജസ് ഓഫ് ദിസ് ചാപ്റ്റർ, അല്ലെങ്കിൽ മെയിൻ തീംസ് ഓഫ് ദിസ് ചാപ്റ്റർ. അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ തീമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇന്ന് പറയുകയാണെങ്കിൽ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത സംസാരശേഷിയില്ലാത്ത ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കും. നിങ്ങൾ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻഡസ്ട്രി ആയിട്ടുള്ള ബൊലാൻഡ് ഇൻഡസ്ട്രിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്യാണ്, ഈ ചാപ്റ്റർ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതൊരു ഷോർട്ട് സമ്മറിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വരികയാണെങ്കിൽ
ഇത് ശരിക്കും ഉണ്ടല്ലോ പുതിയ സിലബസിൽ മുമ്പൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഈ വർഷം പുതിയതായിട്ട് വരുമെന്ന് നമുക്ക് 90% ചാൻസ് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ബയോഗ്രഫിക്കൽ സ്കെച്ച്. മുമ്പ് നിങ്ങൾ പ്രൊഫൈൽ പഠിച്ചിട്ടുണ്ടാവും. പ്രൊഫൈൽ ഇപ്പോഴും ഉണ്ട് സിലബസിൽ. അതേപോലെ പ്രൊഫൈലിന് സമാനമായിട്ടുള്ള വേറൊരു ഡിസ്കോഴ്സ് ആണ് ബയോഗ്രഫിക്കൽ സ്കെച്ച്. പേര് മറക്കണ്ട, ബയോഗ്രഫിക്കൽ സ്കെച്ച് കേട്ടോ. ഈ ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറഞ്ഞാൽ, ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവചരിത്രം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റോറി ഉണ്ടല്ലോ, അതായത് ശ്രീകാന്ത് ബൊല്ലൻ്റെ ലൈഫ് സ്റ്റോറി, ആ ലൈഫ് സ്റ്റോറിനെ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് മാറ്റി എഴുതാം. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ കണ്ടത് ശ്രീകാന്തിൻ്റെ കഥ പറയുന്നതാണ്. ഓട്ടോബയോഗ്രഫി എന്നാണ് അങ്ങനത്തെ കഥകൾക്ക് പറയാം, ഓട്ടോബയോഗ്രഫി. എന്നാൽ വേറൊരാളുടെ കഥ നമ്മൾ പറയുമ്പോഴാണ് അത് ബയോഗ്രഫി ആവുക അല്ലേ. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു ഫേമസ് ആയ ആളെ കുറിച്ച് നമ്മളൊരു കഥ എഴുതാണ്, അപ്പോഴാണ് അത് ബയോഗ്രഫി ആവുക. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് ശ്രീകാന്ത് ബൊല്ലയുടെ കഥയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാകുന്നത് ബയോഗ്രഫിക്കൽ സ്കെച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ, അതിന് നല്ല ഒരു ടൈറ്റിൽ വേണം, നല്ല ഒരു ഹെഡിങ് വേണം. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഹെഡിങ് നിങ്ങൾക്ക് വായിക്കാം പറ്റുന്നുണ്ടാവും. ദ വിഷണറി ഹൂ സോ ബിയോണ്ട് ബ്ലൈൻഡ്നെസ് അല്ലെ, അന്ധതക്ക് അപ്പുറത്ത് കാഴ്ചകൾ കണ്ട ഒരു വ്യക്തിത്വത്തെ കുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സ്യൂട്ടബിളായ ഭംഗിയുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. ഞാനതൊന്ന് വായിക്കാം. ഓക്കെ. ശ്രീകാന്ത് ബൊല്ല വാസ് ബോൺ ഇൻ 1991 in Machilipattanam, Andhra Pradesh. He was born visually challenged into a family of poor farmers. At the time of his birth, some villagers suggested that his parents should abandon him, calling him a burden. ഇങ്ങനെയാണ് നമ്മളെ ബയോഗ്രഫിക്കൽ സ്കെച്ച് തുടങ്ങേണ്ടത്. അതായത് ആദ്യം നമ്മൾ ആരാണ് ഈ ബയോഗ്രഫിക്കൽ സ്കെച്ചിലെ കഥാപാത്രം എന്ന് പറയണം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ശ്രീകാന്തിനെ കുറിച്ചാണ്. അപ്പോൾ ശ്രീകാന്ത് ബൊല്ല വാസ് ബോൺ ഇൻ 1991 എന്ന് പറയാം. എവിടെയാണ് ജനിച്ചത്? ആന്ധ്രാപ്രദേശിലാണ്. സ്ഥലം പറയാം. എങ്ങനെയാണ് അദ്ദേഹം ജനിച്ചത്? ഹി വാസ് ബോൺ ആസ് എ വിഷ്വലി ചാലഞ്ചഡ് ചൈൽഡ്, അതായത് അന്ധനായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചത്. എങ്ങനത്തെ ഫാമിലിയിലാണ്? ഇൻ ടു എ പുവർ ഫാമിലി. ജനിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ, സത്യത്തിൽ നിങ്ങൾക്ക് ഈ കഥ അറിയുന്നുണ്ടെങ്കിൽ ഏത് ക്യാരക്ടറിൻ്റെ ബയോഗ്രഫിക്കൽ സ്കെച്ച് ചോദിച്ചാലും, ഇപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നത് ഫിനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അല്ലേ. അതിൽ നമുക്ക് ബബ്ലു എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെയും ബയോഗ്രഫിക്കൽ സ്കെച്ച്, ശരിക്കും ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ, മുരുകാനന്ദം എന്ന് പറയുന്ന ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ മുരുകാനന്ദം എന്ന് പറയുന്ന ആളുടെ ബയോഗ്രഫിക്കൽ സ്കെച്ച് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ ലൈഫ് സ്റ്റോറികളിൽ കൂടുതലും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ആ ഒരു ആളുടെ കഥ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്. ഓക്കെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോട് നിങ്ങളെ കുട്ടി ഒരു ബേർഡനാണ്, നിങ്ങൾക്ക് അവനെ ഒഴിവാക്കാമെന്ന് അയൽവാസികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സ്റ്റോറിയിൽ കാണാൻ പറ്റും. ഓക്കെ. However, his parents chose to raise him with immense love and care. അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ്റെ പേരൻസ് എന്തിനു തീരുമാനിച്ചു? ഞങ്ങളെ കുട്ടിയെ ഒഴിവാക്കുന്നില്ല, ഞങ്ങളെ കുട്ടിയെ വളർത്തുക തന്നെയാണെന്ന് തീരുമാനിച്ചു. ശ്രീകാന്ത് ഓഫൻ കോൾസ് ദം, അതുകൊണ്ട് തന്നെ വലുതായി വളർന്നതിന് ശേഷം ശ്രീകാന്ത് അവരെ വിളിക്കുന്ന എന്താണ്? റിച്ചസ്റ്റ് പേരൻസ് ഇൻ ദ വേൾഡ് എന്നാണല്ലേ. ഇന്ന് ശരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു പേരൻസുകളുടെ കൂട്ടത്തിൽ ഒരു പേരൻസ് ആയിരിക്കും അവരുടെ പേരൻസ്. കാരണം എന്താണെന്നറിയോ? ഇവൻ ഒരുപാട് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്ന, ഇന്ത്യയിൽ തന്നെ അവാർഡ് കിട്ടിയ, APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓൺട്രപ്രണറാണ് ആര്? ശ്രീകാന്ത് ബൊല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരൻസ് റിച്ചസ്റ്റ് പേരൻസ് ആണെന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട അല്ലേ, അതിന് നമുക്കൊരു മടിയും വേണ്ട. അങ്ങനെ ശ്രീകാന്ത് തന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. ശ്രീകാന്ത്സ് ജേർണി ഇൻ സ്കൂൾ was not easy. He was often ignored by teachers and made to sit on the last bench or the back bench. Despite these hurdles, he moved to a special school in Hyderabad where he excelled in academics, chess and cricket. അതായത്
ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ സമ്മറി പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ശ്രീകാന്തിൻ്റെ യാത്ര, സ്കൂൾ യാത്ര അത്ര സുഖകരമല്ലായിരുന്നു. കാരണം അവൻ മിക്സ്ഡ് സ്കൂളിലാണ് ആദ്യമേ പഠിക്കുന്നത്. ഹി വാസ് ഇഗ്നോർഡ് ബൈ ഹിസ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ഹി വാസ് മെയ്ഡ് ടു സിറ്റ് ഓൺ ദി ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഓരോ ഹഡിലുകളായിട്ട്, ബുദ്ധിമുട്ടുകളായിട്ട് അവന് വന്നെങ്കിലും അവൻ അതൊക്കെ തരണം ചെയ്തിട്ട് അവനൊരു സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറുന്നു. ഹൈദരാബാദിലുള്ള സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറുന്നു. അവിടെ പഠിക്കുന്നു. അവിടെ എക്സലൻ്റ് ആയിട്ട് എല്ലാ ഫീൽഡിലും, നോട്ട് ഓൺലി ഇൻ അക്കാഡമിക്സിൽ മാത്രമല്ല, ബട്ട് ഇൻ ചെസ്, ബട്ട് ഇൻ ക്രിക്കറ്റ് ആൻഡ് ഓൾ അതർ ഫീൽഡ് ഹി ഷൈൻഡ് ലൈക്ക് എ സൺ, അല്ലേ? സൂര്യനെ പോലെ ശോഭിച്ച് പ്രകാശിച്ച് ഉയർന്നു വന്നു എന്നുള്ളതാണ്. എ മേജർ ടേണിംഗ് പോയിന്റ് കെയിം ആഫ്റ്റർ ഹിസ് 10th grade. 10ാം ക്ലാസ്സിലെ, നിങ്ങളൊക്കെ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുകയാണല്ലോ, അല്ലേ? ഇത് നമ്മളുടെയൊക്കെ ടേണിംഗ് പോയിന്റ് ആണ്. ഈ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ട് സ്വാഭാവികമായിട്ടും ഭാവിയിൽ നമ്മൾ ആരാവുന്നുള്ളതിന് ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിക്കും. കാരണം നമ്മൾ ഇനി ഇവിടുന്ന് എടുക്കുന്ന സബ്ജക്റ്റ് സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങൾ സയൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടറാവാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ ഡോക്ടറാവാൻ ആഗ്രഹമുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ സയൻസ് എടുക്കാൻ പറ്റാതെ പോയാൽ ആ കുട്ടിയുടെ ആഗ്രഹമായിട്ടുള്ള ഡോക്ടർ ആവുക എന്നുള്ളൊരു സാധ്യത അവിടെ നഷ്ടപ്പെട്ടു പോവാണ്, അല്ലേ? അതുപോലെയാണ് ശ്രീകാന്തിൻ്റെ ലൈഫിലും സംഭവിക്കുന്നത്. അവൻ എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് സയൻസ് എടുക്കുക എന്നുള്ളത് മസ്റ്റായിരുന്നു. ഹി വാണ്ടഡ് ടു സ്റ്റഡി സയൻസ്, ബട്ട് ദ എഡ്യൂക്കേഷൻ ബോർഡ് റെഫ്യൂസ്ഡ്, സെയിങ് ദാറ്റ് ഇറ്റ് വാസ് ഇംപോസിബിൾ ഫോർ എ ബ്ലൈൻഡ് സ്റ്റുഡൻറ് ടു സ്റ്റഡി സയൻസ്. കണ്ണ് കാണാത്ത കുട്ടികൾക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? ഗവൺമെൻറ്റും ഈ എഡ്യൂക്കേഷൻ ബോർഡുകളൊക്കെ തറപ്പിച്ച് പറഞ്ഞു. ശ്രീകാന്ത് വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ഹി സ്യൂഡ് ദി ഗവൺമെൻറ് ആൻഡ് വോൺ ദ ലീഗൽ ബാറ്റിൽ ആഫ്റ്റർ 6 months. ഒരു നിയമ പോരാട്ടം തന്നെ നടത്തി, കേസ് കൊടുത്ത് 6 മാസം കൊണ്ട് അവൻ ആ ഒരു കേസിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. He later scored 98% of mark in his 12th exam. 12ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ +2 ആണ് ഉദ്ദേശിക്കുന്നത്. എക്സാമിൽ അവൻ എന്ത് ചെയ്തു? 98% മാർക്കോട് കൂടെ പാസ്സായി. When Indian institutes like IITs rejected him, he applied abroad and became the first international blind student to study at the Massachusetts Institute of Technology. This is very, very important. Okay, Srikanth became the first international blind student to study in MIT USA. അമേരിക്കയിലെ USA MITയിൽ ആദ്യമായിട്ട് പഠിച്ച എന്താ പറയുക ബ്ലൈൻഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു ആര്? ശ്രീകാന്ത് പല്ല. After graduating from MIT, Srikanth chose to return to India instead of taking a high-paying job in America. വേണമെങ്കിൽ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും പേയ്മെൻറ്റ് കിട്ടുന്ന നമ്മൾ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുമോ? നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് ശ്രമിക്കുക, അല്ലേ? പക്ഷേ ശ്രീകാന്തിന് ഹൈ സാലറി കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയിട്ട് പോലും he did not want to stay there. He wanted to came back to India. എന്തിനു വേണ്ടിയിട്ട്? ഇൻ 2012 ഹി co-founded 2012 ഈ co-founded എന്താ co-found എന്ന് പറഞ്ഞാൽ അറിയോ? മറ്റൊരാളോട് കൂടിയിട്ട് സ്ഥാപിക്കാൻ, 2 പേര് കൂടിയിട്ട്, അല്ലെ 2ഓ അതിൽ കൂടുതൽ ആളുകളൊക്കെ കൂടിയിട്ട് എന്താ പറയുക, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? co-founded എന്ന് പറയാം. വേറൊരാളോ co-author എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓതർ എന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതുന്ന ഒരാൾ, അല്ലേ? co-author എന്ന് പറഞ്ഞാൽ 1, 2, 3 ആളുകളൊക്കെ കൂടി എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബൊലാൻഡ് ഇൻഡസ്ട്രി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, രവി മാന്ത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഹിസ് കമ്പനി മാനുഫാക്ചേഴ്സ് ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം ഫാളൻ ലീവ്സ് ആൻഡ് റീസൈക്കിൾഡ് പേപ്പർ. അതായത് നമ്മളിങ്ങനെ ഒഴിവാക്കുന്ന പേപ്പറുകളും മറ്റു പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് മറ്റു ക്രാഫ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ അവിടുത്തെ ജോബ് അതായിരുന്നു. ഹിസ് മെയിൻ ഗോൾ വാസ്, ഈ ഇൻഡസ്ട്രി തുടങ്ങുന്നതിലൂടെ ഇവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് പറയാം? ഹിസ് മെയിൻ ഗോൾ വാസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്
ജോലി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആർക്ക്? ടു പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ്, ഇങ്ങനെ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക്. ടുഡേ ഹിസ് കമ്പനി employs over 150 disabled individuals at a worth of $1 million, മില്യൺ കണക്കിന് ഡോളറുകൾ ഏൺ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട്, ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നൊരു കമ്പനിയായിട്ടൊന്ന് മാറി. നോക്കൂ, നമ്മളിപ്പോൾ ആ ജനിച്ചത് മുതൽ അദ്ദേഹം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് വരെയുള്ള ഒരു ബയോഗ്രഫി ഇപ്പം നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇനി ഈ ഒരു വർഷം മുതൽ നമ്മളെ സിലബസിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാറ്റേണിൽ തന്നെ നിങ്ങൾ എഴുതി ശീലിക്കുക. 2 രീതി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുരുകാനന്ദ് എന്ന് പറഞ്ഞ ആ ഒരാളെ കുറിച്ചിട്ടും ക്യാരക്ടറിനെ കുറിച്ചിട്ടും ശ്രീകാന്ത് ബല്ലയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. യു ആർ ദ സെക്രട്ടറി ഓഫ് സോഷ്യൽ സർവീസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ. Your school has decided to organize a career guidance seminar featuring Srikanth Balla as the chief guest to motivate students to overcome challenges in their lives. വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നിങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സർവീസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബ് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. പ്രോഗ്രാമിൻ്റെ പേര് എന്താണ്, അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് കരിയർ ഗൈഡൻസ് സെമിനാറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്? ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു ഓവർകം ദെയർ ചലഞ്ചസ് ഇൻ ലൈഫ്. ലൈഫിലെ ചലഞ്ചുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സെമിനാറാണ്. അതിലെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള ശ്രീകാന്ത് ബല്ലയാണ്. സോ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? യു ഹാവ് ടു റൈറ്റ് എ നോട്ടീസ് ഇൻ 50 words to be displayed on the school notice board, giving all the necessary details like date, venue and eligibility. നോക്കൂ, എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നോട്ടീസാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എല്ലാ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ടൈം വേണം, വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലേസ് വേണം, മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു നോട്ടീസ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കാം. അതായത് ഞാൻ എഴുതി കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണൊരു നോട്ടീസ് എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ നോട്ടീസ് എഴുതി നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബ്ലാങ്ക് പേജിൽ നിങ്ങൾക്ക് നോട്ടീസ് എഴുതി കാണിച്ചു തരാം. ഒരു നോട്ടീസ് എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും സെൻറ്ററിൽ നമ്മളെ പേജിൻ്റെ കറക്റ്റ് ടോപ്പിൽ, ഞാൻ എഴുതുന്ന ഒരു പക്ഷേ കറക്റ്റ് ടോപ്പൊന്നും ആയിക്കൊള്ളുന്നില്ല, പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. നോട്ടീസ് എഴുതുക. നോട്ടീസ് എഴുതിയിട്ട് ഇത് ശരിക്കും ഒരു പെട്ടിക്കോളത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് വേണം, ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് ഒരു പെട്ടിക്കോളം ഉണ്ടാക്കുക. എന്നിട്ട് നോട്ടീസിൻ്റെ താഴെ ഒരു അണ്ടർലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മളെ പ്രോഗ്രാം ഉണ്ടല്ലോ, പ്രോഗ്രാമിൻ്റെ പേര് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. എന്താണ് പ്രോഗ്രാമിൻ്റെ പേര്? കരിയർ ഗൈഡൻസ് സെമിനാർ എന്നുള്ളതാണ്. ആ ഹെഡിങ് നമ്മളിവിടെ കൊടുക്കണം. അത് ഏറ്റവും നല്ലത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നതാണ്, കരിയർ ഗൈഡൻസ് പ്രോഗ്രാം. ഓക്കെ, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മക്കളെ ഞാനത് കറക്റ്റായിട്ട് എഴുതുന്നില്ല. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ കറക്റ്റായിട്ട് ഹെഡിങ് കൊടുക്കണം, കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ വേണ്ടതെന്നറിയോ, നമ്മൾ എല്ലാ നോട്ടീസും തുടങ്ങാൻ ഒരു ഫോമാറ്റ് ഉണ്ട്. ഞാൻ ആ ഫോമാറ്റ് ഇവിടെ എഴുതി കാണിച്ചു തരാം. It has been decided to conduct a career guidance program. പിന്നെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആരാണിത് നടത്തുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ആരാണ് നടത്തുന്നത്? സോഷ്യൽ സർവീസ് ക്ലബ്ബാണ്. അപ്പോൾ അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. കരിയർ ഗൈഡൻസ് പ്രോഗ്രാം
അണ്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ ആധിപത്യത്തിൽ, അണ്ടർ ദി ഔസ്പൈസസ് ഓഫ്, ആ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ഇപ്പൊ പഠിക്കുക. ഔസ്പൈസസ് എന്ന് പറഞ്ഞാൽ ആരുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത്? ആരുടെ ഔസ്പൈസസിലാണ്? അണ്ടർ ദ ഔസ്പൈസസ് ഓഫ് സോഷ്യൽ സർവീസ് ക്ലബ്ബ്, സോഷ്യൽ സർവീസ് ക്ലബ്ബ് അല്ലേ, ഓഫ് അവർ സ്കൂൾ, ഓഫ് അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിലെ സോഷ്യൽ, ഈ നോട്ടീസ് നമുക്ക് പതിക്കേണ്ടത് നോട്ടീസ് ബോർഡിലാണല്ലോ, അപ്പോൾ അവർ സ്കൂൾ എന്ന് കൊടുത്താൽ മതി, ഓഫ് അവർ സ്കൂൾ. പിന്നെ വേണ്ടത് ഡേയും ഡേറ്റും ഒക്കെയാണ്. ഓൺ, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഡേ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേറ്റ് എഴുതുന്ന സമയത്ത് ഓൺ എന്ന് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഓൺ 21st, ഞാനൊരു ഏകദേശ ഡേറ്റ് കൊടുക്കുകയാണ്, 21st ഡിസംബർ 2025. ഓക്കെ, അപ്പോൾ ഡേറ്റ് കൊടുക്കുമ്പോൾ ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്? ഓൺ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ടൈമാണ്. അപ്പോൾ അവിടെ എന്താ കൊടുക്കേണ്ടതെന്ന് അറിയോ? അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ കൊടുക്കണം. അറ്റ് 10 AM. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വെന്യൂ ആണ്. ചോദ്യത്തിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്? ഡേറ്റ് വേണം, ടൈം വേണം, വെന്യൂ വേണം. ഇത്രയും കാര്യങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുത്തു? ഡേറ്റ് കൊടുത്തു, ടൈമും കൊടുത്തു. ഇനി നമ്മൾ വെന്യൂ കൊടുക്കാൻ പോകുന്നത് അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പേസ് സ്ഥലം കൊടുക്കാം, സ്കൂൾ ഗ്രൗണ്ട് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തീർന്നു കഴിഞ്ഞു. അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. ഇത് ഒരു പാരഗ്രാഫായിട്ട് കൊടുക്കുക. ഇനി അടുത്ത പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കേണ്ടത്, ഞാനിത് മായ്ക്കാണ്, അടുത്ത പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് ഇത് മായ്ക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ എഴുതി നോട്ടിലേക്ക് എഴുതിയെടുക്കുക. വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാരഗ്രാഫിൽ എന്തെല്ലാം പറഞ്ഞു? ആരാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് മീറ്റിംഗ്, എവിടെയാണ് മീറ്റിംഗ്, എന്തിനുള്ള മീറ്റിംഗ് ആണെന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എങ്ങനെ തുടങ്ങാം? ഐ ഇൻവൈറ്റ് അതിൻ്റെ കൂടെ ഒരു കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. അതും കൂടെ ഞാൻ മെൻഷൻ ചെയ്തുതരാം. നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ട്, ശ്രീകാന്ത് ബൊല്ലയാണ്. അപ്പോൾ ആ കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഇൻവിറ്റേഷനിലേക്ക് പോവാം. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീകാന്ത് ബൊല്ലയാണ് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം? ദ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം, ദ കരിയർ ഗൈഡൻസ് program will be inaugurated. എന്താ പറയാ? inaugurated കേട്ടോ. program will be inaugurated, ഉദ്ഘാടനം ചെയ്യും. ഓക്കെ, inaugurated by the famous entrepreneur, അല്ലെങ്കിൽ ഫേമസ് ബിസിനസ് പേഴ്സണാലിറ്റി എന്നൊക്കെ കൊടുക്കാം കേട്ടോ. ശ്രീകാന്ത് ബൊല്ല. ഓക്കെ, എന്നിട്ട് നേരത്തെ പറഞ്ഞ ഇൻവിറ്റേഷനിലേക്ക് പോവാണ്. സോ ഐ ഇൻവൈറ്റ് യു ഓൾ ടു ദി പ്രോഗ്രാം. ഓക്കെ, ഇത്രയും എഴുതിയാൽ നോട്ടീസ് അവസാനിച്ചു. പക്ഷേ നമുക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്ട്, പ്രോഗ്രാം ലിസ്റ്റും കൂടെ ആഡ് ചെയ്യാണ്ട്. എന്നിട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രാം ലിസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മായ്ച്ചിട്ട് പ്രോഗ്രാം ലിസ്റ്റിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈഡ് ഹെഡിങ് കൊടുക്കണം. നേരത്തെ നോട്ടീസിന് സൈഡ് ഹെഡിങ് കൊടുത്തില്ല ഇവിടെ, അതുപോലെ എന്ത് ചെയ്യണം? ഒരു ചെറിയ സൈഡ് ഹെഡിങ് കൊടുക്കണം. പ്രോഗ്രാം ലിസ്റ്റ് എന്നാണ് സൈഡ് ഹെഡിങ് കൊടുക്കേണ്ടത് കേട്ടോ. പ്രോഗ്രാം ലിസ്റ്റ്.
ഏതൊരു പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോഴും ആദ്യം എന്താണ് ഉണ്ടാവുക? ആദ്യം പ്രെയറാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ പ്രെയർ എന്ന് കൊടുക്കുക, പ്രാർത്ഥന. പ്രെയർ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? അവിടെ ജസ്റ്റ് നിങ്ങൾ സമയം കൊടുത്താൽ മതി, 10 AM. പിന്നെന്താണ്? അധ്യക്ഷ പ്രസംഗമാണ് ഉണ്ടാവുക അല്ലേ? അധ്യക്ഷ പ്രസംഗത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ചെയർമാൻ അഡ്രസ് എന്ന് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് കൊടുക്കാം. രണ്ടിലേത് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ചെയർമാൻ അഡ്രസ് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് എന്നും കൊടുക്കാം. അതാരാണ്? നമ്മൾ HM ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ HM എന്ന് കൊടുക്കുക, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് എന്ന് കൊടുക്കുക. പിന്നെ മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇനാഗുറേഷൻ. അതാരാണ്? നമുക്കറിയാലോ, ഇനാഗുറേഷൻ എന്ന് വരുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട ഓൺട്രപ്രണർ ആയിട്ടുള്ള ശ്രീകാന്ത് ബൊല്ലയാണ്. അപ്പോൾ അതവിടെ ഇത് ശ്രീകാന്ത് ബൊല്ല എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ദ ഫേമസ് ഓൺട്രപ്രണർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നാലാമതായിട്ട് വേണ്ടത് എന്താണെന്നറിയോ? നമ്മളൊരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യും? ആശംസ പറയാമല്ലോ. അപ്പോൾ ഇനി അതാണ് വേണ്ടത്. അതിന് നമ്മൾ ഫെലിസിറ്റേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ഫെലിസിറ്റേഷൻ, ആശംസാ പ്രസംഗം. അപ്പോൾ അതിലൊരു 3-4 ആൾക്കാരുടെ പേര് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ വേറെ മാത്സിൻ്റെ ടീച്ചർ, ഇംഗ്ലീഷിൻ്റെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോ അങ്ങനെ എന്തും കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് വേണ്ടത് വോട്ട് ഓഫ് താങ്ക്സ്. എന്താണ് വോട്ട് ഓഫ് താങ്ക്സ്? ഇതാരായിരിക്കും പറയുക? നമ്മളെ ക്ലബിൻ്റെ സെക്രട്ടറി ആണ് പറയേണ്ടത്. അതായത് നിങ്ങളാണല്ലോ ഈ ഒരു ചോദ്യത്തിൽ സെക്രട്ടറി ആയിട്ട് അഭിനയിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പേരന് കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം? സോഷ്യൽ സർവീസ് ക്ലബ് സെക്രട്ടറി എന്ന് കൊടുക്കുക. ഇതോടുകൂടെ ഒരു നോട്ടീസ് പൂർണ്ണമായി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഷുവറായിട്ട് 6 മാർക്ക് കിട്ടുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നോട്ടീസുമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് പുതിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടൊരു ചോദ്യമാണ് ഇൻ്റർവ്യൂ വിത്ത് ശ്രീകാന്ത്. ശ്രീകാന്തിന് ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചോദ്യത്തിൽ ആകെ എത്രയേ വരുള്ളൂ? യു ആർ ഗോയിങ് ടു ഇൻ്റർവ്യൂ ദ ഫേമസ് ഓൺട്രപ്രണർ ശ്രീകാന്ത് ബൊല്ല. സോ മേക്ക് 5 questions ടു ആസ്ക് ടു ശ്രീകാന്ത് ബൊല്ല. ശ്രീകാന്ത് ബൊല്ലയോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാന്നായിരിക്കും. അപ്പോൾ ഞാൻ ആ 5 ചോദ്യം സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നോക്കൂ. കുഡ് യു പ്ലീസ് ടെൽ us about your childhood and how your parents supported you when the world didn't believe in you? അല്ലേ? നിങ്ങളെ ലോകം അവഗണിച്ചപ്പോൾ നിങ്ങളെ പാരൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുഡ് യു പ്ലീസ് ടെൽ us about. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിത് തുടങ്ങിയ രീതി നോക്കൂ. കുഡ് യു പ്ലീസ് ടെൽ us എന്ന് പറയുന്നത് നമ്മൾ ഇത് ചോദിക്കുന്നത് നമ്മളെ ചങ്ങായിമാരോടല്ല അല്ലേ? ഇത് ചോദിക്കുന്നത് ആരോടാണ്? ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ ഒരു വ്യക്തിയോടാണ്, ബഹുമാനിക്കേണ്ട ആളോടാണ്. ആ ബഹുമാനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കുഡ് യു പ്ലീസ്. ഏതാളാണ് ഇപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള മുരുകാനന്ദൻ്റെ ചാപ്റ്ററിലും നമുക്ക് ഇൻ്റർവ്യൂ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഡ് യു പ്ലീസ് എന്ന് വെച്ചിട്ട് ചോദിക്കാൻ ശ്രമിക്കുക. ഈ കുഡ് യു പ്ലീസ് അല്ലാതെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. ഒന്ന് കുഡ് യു പ്ലീസ് ആണ്, വേറൊന്ന് വുഡ് യു പ്ലീസ് എന്ന് വെച്ചിട്ട് ചോദിക്കാം. വുഡ് യു, WOULD എന്ന് എഴുതിയിട്ട് പ്ലീസ് എന്ന് കൊടുക്കുക. വുഡ് യു പ്ലീസ്. വേറെ രീതിയുണ്ട്, വുഡ് യു മൈൻഡ് എന്ന് പറയാം. വുഡ് യു മൈൻഡ് എങ്ങനെയാണ് പറയാം? വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ യുവർ സ്റ്റോറി എന്ന് പറയണം കേട്ടോ. വുഡ് യു മൈൻഡ് വെച്ചിട്ട് നിങ്ങൾ ചോദ്യം തുടങ്ങുകയാണെങ്കിൽ പിന്നെ വരുന്ന വേർബിന് ശേഷം ING കൊടുക്കണം. വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ. നമ്മളിവിടെ എങ്ങനെ നോക്കിയാൽ കുഡ് യു പ്ലീസ് ടെൽ us എന്നാണ്, പക്ഷേ വുഡ് യു മൈൻഡ് വെച്ചാൽ ടെല്ലിങ് മീ എന്ന് പറയണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ആ വുഡ് യു മൈൻഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടെല്ലിങ് മീ, അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ ഏത് വേർബാണെങ്കിലും ING ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ആ വേർബ് V1 ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുഡ് യു പ്ലീസ് ടെൽ us about എന്ന് വെച്ചിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ വേറെ രീതി ഉണ്ട്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. എന്താണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്? നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതന്നെ കൊടുക്കുക. ഇഫ് യു ഡോണ്ട് മൈൻഡ് കഴിഞ്ഞിട്ട് ടെൽ us about എന്ന് പറഞ്ഞിട്ട് ബാക്കി അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. സർ,
വേറെ രീതിയാണ് സർ എന്ന് വെച്ചിട്ട് അഭിസംബോധന ചെയ്യുക. നമ്മളിപ്പോൾ ഫസ്റ്റ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ കുഡ് യു പ്ലീസ് തന്നെ ചോദിക്കണം നിർബന്ധമല്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സർ എന്ന് വിളിച്ചാൽ മതി. സർ, you had to fight a legal battle just to study science. സയൻസ് പഠിക്കാൻ നിങ്ങൾക്ക് നിയമപരമായിട്ട് പോരാടേണ്ടി വന്നു അല്ലേ എന്ന് ചോദിച്ചിട്ട് ബാക്കി ചോദ്യത്തിലേക്ക് വരികയാണ്. വാട്ട് ഗേവ് യു ദ സ്ട്രെങ്ത് ടു കീപ് ഗോയിങ് വെൻ എവ്രി വൺ സെഡ് നോ. സയൻസ് പഠിക്കണ്ടെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അത് ഫൈറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് എവിടെ നിന്ന് വന്നു? മൂന്നാമത്തെ ചോദ്യം നോക്കൂ, വീണ്ടും സർ വെച്ചിട്ടാണ്. സർ, യു വർക്ക്ഡ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാമായിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. വാട്ട് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺ യു ലേൺഡ് ഫ്രം ഹിം? കലാമിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാഠം എന്താണ്? അടുത്ത ചോദ്യം, വൈ ഡിഡ് യു ഡിസൈഡ് ടു സ്റ്റാർട്ട് യുവർ ഓൺ കമ്പനി ബൊലാൻഡ് ഇൻഡസ്ട്രി? ഇവിടെയും മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് സർ എന്ന് വെച്ചിട്ട് തുടങ്ങും. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ടെൽ മീ അബൌട്ട് യുവർ കമ്പനി ബൊലാൻഡ് ഇൻഡസ്ട്രി, അങ്ങനെയും എഴുതാം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം നോക്കൂ, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഫോർ സ്റ്റുഡൻസ് ഹു ഫീൽ ഡിസ്കറേജ്ഡ് ടു തിങ്ക് ദാറ്റ് ദേ കനോട്ട് അച്ചീവ് ദെയർ ഡ്രീംസ്? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഈ രൂപത്തിലുള്ളൊരു 5 ചോദ്യം എഴുതിയാൽ 5 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടെ നമ്മൾ ആ ചാപ്റ്റർ അവിടെ വെക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അടുത്ത ചാപ്റ്റർ എ ഫിനിക്സ് റൈസസ് ബൈ ട്വിങ്കിൾ ഖന്ന അല്ലേ? നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ആക്ട്രസ് ആണ് ട്വിങ്കിൾ ഖന്ന. അവർ ആക്ട്രസ് മാത്രമല്ല, അവർ ബുക്സും എഴുതിയിട്ടുണ്ട്. അവരെഴുതിയ ഒരു ബുക്കിലെ മുരുകാനന്ദം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ അല്ലേ? തമിഴ്നാട്ടിൽ ജനിച്ച മുരുകാനന്ദം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അവരെഴുതി. ആ എഴുത്ത് പിന്നീട് സിനിമയായിട്ട് മാറുന്നുണ്ട്. എ പാഡ് മാൻ എന്ന് പറഞ്ഞിട്ട് സിനിമയായിട്ട് മാറുന്നുണ്ട്. ആ പാഡ് മാൻ എന്ന് പറഞ്ഞ സിനിമയിലെ കഥ അല്ലെങ്കിൽ അവരെഴുതിയ സ്റ്റോറിയിലെ കഥ അത് എന്താ പറയുക, ബബ്ലു കിവാറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ അവതരിപ്പിക്കുകയാണ് എ ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ദ സ്റ്റോറി ബിഗിൻസ്. ഏത് സ്റ്റോറിയാണ് പറയുന്നത്? എ ഫിനിക്സ് റൈസസ്. ഫിനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പക്ഷിയാണ് അല്ലേ? ഫിനിക്സ് പക്ഷീൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെന്താ പറയുക, ചിറകൊക്കെ പിന്നെ നശിച്ചു പോയാലും രണ്ടാമത് ആ ചിറകൊക്കെ എന്താ പറയുക വീണ്ടെടുത്തിട്ട് പറന്നു വരുന്ന ഒരു രംഗമുണ്ട് ഫിനിക്സ് പക്ഷികൾക്ക് അല്ലേ? അതേപോലെ എല്ലാവരും അവഗണിക്കപ്പെട്ടതിന് ശേഷം ജീവിതത്തിലേക്ക് ഉയർന്നു വന്നൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഫിനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കേട്ടോ. ഓക്കെ, ദ സ്റ്റോറി ബിഗിൻസ് ബബ്ലു കിവാറ്റ്, എ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് who becomes a welder to support his family after his father's death. അപ്പോൾ മെയിൻ കഥാപാത്രം ബബ്ലു കിവാറ്റ് ആണ്. അദ്ദേഹം സ്കൂള് കംപ്ലീറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വെൽഡറുടെ ജോലി ഏറ്റെടുത്തു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കല്യാണമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന് അറിയാം? ഹിസ് ലൈഫ് ചേഞ്ചസ് when he discovers his wife using filthy rags, അഴുക്ക് പിടിച്ചിട്ടുള്ള തുണിക്കഷ്ണങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? ഡ്യൂറിങ് ദ മെൻസ്ട്രൽ സൈക്കിൾ ബിക്കോസ് ഷീ കനോട്ട് അഫോർഡ് സാനിറ്ററി നാപ്കിൻസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വൈഫിന് മെൻസ്ട്രസ് ഉണ്ടായ സമയത്ത് അവർ ഈ പാഡുകൾക്ക് പകരം അവർ വളരെ അഴുക്ക് പിടിച്ച റാഗ്സ് എന്ന് പറഞ്ഞ ക്ലോത്ത്, തുണി ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം വരുത്തി. കാരണം എന്തുകൊണ്ടാണ് വൈഫ് അത് ഉപയോഗിച്ചത്? ഈ നാപ്കിൻ പാഡ്സ് വാങ്ങാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം കടയിൽ പോയിട്ട് പാഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കടയിൽ ചെന്നപ്പോൾ പാഡിൻ്റെ വില എന്ന് പറയുന്നത് 40 രൂപയാണ്. അവരെ സംബന്ധിച്ച് കുറച്ചൊക്കെ മുമ്പ് അത് വലിയൊരു സംഖ്യയാണ്, ഇപ്പോഴും അത് വലിയ സംഖ്യ തന്നെയാണ്. അവർക്കത് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഭയങ്കര വിഷമിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? തീരുമാനിച്ചു ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്താലോ എന്ന് വിചാരിക്കാൻ. ഹി ബിക്കംസ് ഒബ്സസ്ഡ് വിത്ത് ക്രിയേറ്റിംഗ് ആൻ അഫോർഡബിൾ ആൾട്ടർനേറ്റീവ്. ഇതിന് വ്യത്യസ്തമായിട്ട്, അതായത് ഈ കടക്കാരുടെ ഈ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അവർ ഈ എന്താ പറയുക
ഹൈ ആയിട്ടുള്ള പ്രൈസിന് വിൽക്കുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഈ സ്ത്രീകളെ ഒന്ന് രക്ഷിക്കണം, അവർക്ക് വളരെ ചീപ്പ് റേറ്റിൽ ഇത് കിട്ടുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് തുടങ്ങാമെന്ന് ആര് തീരുമാനിക്കുകയാണ്? ബബ്ലു കിവാറ്റ് തീരുമാനിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവൻ തീരുമാനിച്ച് കുറേ എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. എക്സ്പെരിമെൻറ്റുകളിൽ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ഒരാൾ എന്താ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻസ്ട്രൽ പാഡ് ഉണ്ടാക്കുകയാണോ ഇയാൾ ചെയ്യുന്നതെന്നൊക്കെയുള്ള രൂപത്തിൽ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. മാത്രമല്ല സമൂഹം പോട്ടെ, അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും വരെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറുകയാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ഇൻറ്റൻഷൻസ് ആൻഡ് എംബാരസ്ഡ് ബൈ ദി ടബു. ടബു എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇതൊന്നും ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലിയൊന്നും ആരും ചെയ്യാത്തതാണ് എന്നുള്ള ഒരു ടബു എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് എന്നാണ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ച സമൂഹം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു ജോലി താങ്കൾ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, അത് ചെയ്യാൻ പാടില്ലാത്ത ജോലിയല്ല കേട്ടോ, അത് ചെയ്യേണ്ട ജോലി തന്നെയാണ്. അത് ശരിക്കും അദ്ദേഹം ചെയ്തത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് മുരുകാനന്ദം എന്ന് പറഞ്ഞ റിയൽ ലൈഫ് ഹീറോക്ക് എന്ത് കിട്ടിയത്? അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുന്നത്. അദ്ദേഹം പത്മശ്രീ മുരുകാനന്ദം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ അയാളെ ഒറ്റക്കാക്കി അയാളുടെ വൈഫും അയാളുടെ അമ്മയൊക്കെ എന്ത് ചെയ്തു? പോവുകയാണ്. അങ്ങനെ അയാൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. ഇതാണ് ശരിക്കും ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക്, അതായത് ചാപ്റ്ററിലെ ഇമാജിനറി ക്യാരക്ടറാണ് ആര് എന്ന് പറയുന്നത്? ബബ്ലു കിവാറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഇമാജിനറി ക്യാരക്ടറാണ്. ഇമാജിനറി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരി ടിങ്കിൾ കണ്ണ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ ഇത് ആരുടെ സ്റ്റോറിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്? ആരുടെ റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. അതാണ് നമ്മുടെ പത്മശ്രീ അരുണാചലം മുരുകാനന്ദം, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പത്മശ്രീ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ആളുടെ ലൈഫ് സ്റ്റോറിയാണ് ഇങ്ങനെ ഒരു കഥയായിട്ടും പാഡ്മാൻ എന്ന് പറഞ്ഞ സിനിമയായിട്ടൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പത്മശ്രീ അരുണാചലം മുരുകാനന്ദത്തിനെ ഇന്റർവ്യൂ ചെയ്യുന്നൊരു ഭാഗമാണുള്ളത്. ഓക്കെ, സോ ഇന്റർവ്യൂയുടെ സമ്മറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എക്സ്പ്ലെയിൻസ് ദ ടെക്നിക്കൽ ആൻഡ് സോഷ്യൽ ജേർണി ഓഫ് ഹിസ് ഇൻവെൻഷൻ. അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് എങ്ങനെയൊക്കെയാണ് ഈ പാഡ് നിർമ്മിക്കാനുള്ള ടെക്നിക്കൽ വശങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചതിനെ കുറിച്ചിട്ടും അതെങ്ങനെ ഇൻവെൻറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടും റിസർച്ച് നടത്തിയതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ടുക്ക് him years to realize that napkins were not made of simple cotton but pine wood pulp. ആദ്യം അദ്ദേഹം വിചാരിച്ചത് കോട്ടൺ കൊണ്ടാണ് ഈ നാപ്കിൻ പാഡുകൾ ഉണ്ടാക്കുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിന് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി, പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായി, പൈൻ വുഡിൻ്റെ പൾപ്പിൽ നിന്നാണ്. പൾപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തരം ക്രീമി പാർട്ട്, പശ പോലെയുള്ള ഭാഗമാണ് കേട്ടോ, അതിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു? ഹി ഡിസൈൻഡ് ലോ കോസ്റ്റ് മെഷീൻസ്. ഈ പാഡ് ഉണ്ടാക്കാനുള്ള വളരെ ചീപ്പായിട്ടുള്ള മെഷീനുകൾ അദ്ദേഹം ഉണ്ടാക്കി. ഓക്കെ, കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങേണ്ട മെഷീൻ എന്ന് പറയുന്നത് 1000-2000 രൂപക്കൊക്കെ കിട്ടുന്ന രൂപത്തിൽ അദ്ദേഹം അതിനെ ചീപ്പാക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, that could be operated by unskilled labor to produce high quality pads. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പാഡ്, വളരെ ഇതിന് എഞ്ചിനീയറിങ്ങോ അങ്ങനത്തെ വലിയ വലിയ IIT IIM അങ്ങനത്തെ കോഴ്സുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നുള്ള രൂപത്തിലുള്ള കാര്യം വന്നു. അങ്ങനെ മുരുകാനന്ദം ഫേമസ്ലി റിഫ്യൂസ് ടു സെൽ ഹിസ് പേറ്റന്റ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ളൊരു അവകാശമാണ്, റൈറ്റാണ്. നമ്മളൊരു സാധനം കൊണ്ടുവന്നാൽ അത് എന്താ പറയുക, അതിനെക്കുറിച്ച് പരീക്ഷണം നടത്താനും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള നമുക്ക് കിട്ടുന്നൊരു റൈറ്റ്, അവകാശമാണ്. അത് വേണമെങ്കിൽ നമുക്ക് മൾട്ടിനാഷണൽ കമ്പനികൾക്കൊക്കെ വലിയ പൈസക്ക് വെക്കാം. പക്ഷേ അദ്ദേഹം അതെന്ത് ചെയ്തില്ല? വിറ്റില്ല. അദ്ദേഹം അത് പ്രോഫിറ്റൈസ് ചെയ്തില്ല. അദ്ദേഹം അതെന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹം അത് പബ്ലിക്കിന് സമ്മാനമായിട്ട് കൊടുത്തു, മെഷീൻസ് വിറ്റു. എന്നിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്ത്രീ ശാക്തീകരണ ഗ്രൂപ്പുകളൊക്കെ അല്ലേ, അങ്ങനത്തെ ഗ്രൂപ്പുകൾക്കൊക്കെ അതെന്ത് ചെയ്തു? ചീപ്പ് റേറ്റിന് വിറ്റു. അവർക്ക് സ്വയം നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മിഷൻ ഒരുപാട് റൂറലായിട്ടുള്ള സ്ത്രീകൾക്ക്, റൂറൽ വിമൻ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ,
പിന്നെ അങ്ങനെ 2016 അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശരിക്കും മാത്രമല്ല ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നറിയോ, ഗവൺമെൻറ് സാനിറ്ററി നാപ്കിൻസിൻ്റെ GST വരെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ് 2016 പത്മശ്രീ കൊണ്ട് ആദരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് ഇന്നോവേഷൻ ഷുഡ് ബി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ഓപ്പർച്യൂണിറ്റി ടു സെർവ് ദി കമ്മ്യൂണിറ്റി. നമ്മളെ സൊസൈറ്റിയെ, നമ്മളെ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിദ്യാഭ്യാസം വേണം. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ളൊരു അതിനുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, ഒരു അഭിരുചി ഉണ്ടാവണം. സോ അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഡിസ്ക്രൈബിങ് ബബ്ലു കിവാറ്റ് സ്ട്രഗിൾ ഇൻ ലൈഫ് ആൻഡ് മേക്കിംഗ് എവറി ചാലഞ്ചസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ എഴുതേണ്ടത് റൈറ്റ് അപ്പ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നോട്ടീസ് ഡിസ്കസ് ചെയ്തു അല്ലേ, ഒരു പ്രോഗ്രാം നോട്ടീസ് ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്? ഒരു കാര്യമല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. വേറെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഓക്കെ, അപ്പോൾ 3 മെയിൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രീകാന്ത് ബൊല്ലയുടെ ചാപ്റ്ററിൽ നിന്ന്, അതായത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റപ്പ് ആണ്. എന്താണ് റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ? എങ്ങനെയാണ് റൈറ്റപ്പ് എഴുതുക? നമുക്കൊരു റൈറ്റപ്പ് ഡിസ്കസ് ചെയ്താലോ? ചെറിയൊരു റൈറ്റപ്പ്. ഇത് വലുതാക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ഇത്ര പോരാ. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എളുപ്പത്തിന് ചെറുതാക്കിയതാണ്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബബ്ലു കിവാറ്റിനെ കുറിച്ചിട്ട് ആണ് ചോദ്യം എന്തായിരുന്നു? ഓപ്പർച്യൂണിറ്റീസ് മുതലാക്കിയ അല്ലെങ്കിൽ ലൈഫിലെ ബബ്ലു കിവാറ്റ് എന്ന് പറയുന്നത് മുരുകാനന്ദം എന്ന് പറയുന്ന ആളുടെ ഒരു പെർസോണ ആണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു റിഫ്ലക്ഷനാണ് അല്ലേ. അപ്പോൾ മുരുകാനന്ദം എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് എല്ലാ അവസരങ്ങളും മുതലാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബബ്ലു കിവാറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അത് എഴുതാം. ബബ്ലു കിവാറ്റ് വാസ് എ യങ് ബോയ് ഫ്രം എ പുവർ ഫാമിലി ഹു ഹാഡ് ടു ലീവ് സ്കൂൾ ആഫ്റ്റർ ഹിസ് ഫാദർ പാസ്ഡ് അവേ. അതായത് അച്ഛൻ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? സ്കൂള് വിട്ട് പോവേണ്ടി വന്നു. ഈ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്, ഒരു വെൽഡിംഗ് കമ്പനിയിൽ അല്ലേ. വെൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ലേ, വാഹനങ്ങളുടെ വെൽഡിംഗ് ഒക്കെ നടത്തുന്ന കമ്പനി. അങ്ങനത്തെ ഒരു കടയിൽ അവന് വർക്ക് ചെയ്യേണ്ടി വന്നു ആസ് എ ഹെൽപ്പർ. ആദ്യം അയാളൊരു ഹെൽപ്പർ ആയിരുന്നു. ആൻഡ് ഗോട്ട് ട്രെയിൻഡ്, അവിടുന്ന് കുറേ ട്രെയിനിങ് ഒക്കെ കിട്ടി ടു ബിക്കം എ വെൽഡർ ആൻഡ് ലേറ്റർ ടു കവർ ദി വർക്ക്ഷോപ്പ്. അവിടുന്ന് അദ്ദേഹത്തിന് ട്രെയിനിങ് കിട്ടി, സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് നടത്താൻ തുടങ്ങി. അപ്പോൾ നോക്കൂ, ഈ കഥയിൽ നമ്മളൊരു എന്താ പറയുക, വെൽഡറെ ജേണിയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. ഹിസ് ജേർണി ഫ്രം എ ടീ ബോയ് ടു എ ബിസിനസ് ഓണർ ഷോഡ് എ സ്ട്രോങ് will to support his family and his strength even during hard times. One day Bablu saw his wife using a rag during her menstrual cycle. അപ്പോൾ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പൊക്കെ നടത്തി ജീവിക്കുന്ന സമയത്ത് ബബ്ലു ഒരിക്കൽ വൈഫ് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാണ്. വൈഫ് ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ഈ പാഡില്ലാതെ, പാഡിന് പകരം റാഗ് എന്ന് പറഞ്ഞാൽ അഴുകിയ ക്ലോത്ത് ഉപയോഗിക്കുന്നത് കാണുകയാണ്. സോ ഹി വാസ് ഷോക്ക്ഡ് ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് എ ബെറ്റർ ആൻഡ് ചീപ്പർ സാനിറ്ററി പാഡ് ഫോർ വിമൻ ലൈക്ക് ഹർ. എൻ്റെ ഭാര്യയെ പോലുള്ള എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്നൊരു പാഡ് ഉണ്ടാക്കാമെന്ന് അവൻ വിചാരിക്കുകയാണ്. ദോ ഹി ഹാഡ് നോ ട്രെയിനിങ്, ഇവന് ട്രെയിനിങ് ഒന്നും കിട്ടിയില്ല. ഹി സ്റ്റാർട്ടഡ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് കോട്ടൺ ക്ലോത്ത് ആൻഡ് അതർ മെറ്റീരിയൽസ്. അപ്പോൾ കോട്ടൺ ക്ലോത്തും മറ്റു മെറ്റീരിയൽസും എല്ലാം ഉപയോഗിച്ചിട്ട് ഇവൻ ഇത് ചെയ്ത് നോക്കുകയാണ്, ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുകയാണ്. പീപ്പിൾ ഇൻ ഹിസ് വില്ലേജ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിസ് എഫേർട്ട് ആൻഡ് ബിഗാൻ ടു സ്പ്രെഡ് റൂമേഴ്സ്. ഇയാൾ ഇതെന്താ ചെയ്യുന്നതെന്നൊന്നും ആൾക്കാർക്ക് മനസ്സിലായില്ല. ആളുകൾ പലതും പറഞ്ഞ് നടക്കാൻ തുടങ്ങി അല്ലേ. ആളുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കുറേ നുണയൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആൾക്കാരൊക്കെ ഇവനെക്കുറിച്ച് ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈവൻ ഹിസ് ഫാമിലി ടേൺഡ് അഗൈൻസ്റ്റ് ഹിം. സ്വന്തം ഫാമിലി, വൈഫൊക്കെ തെറ്റിപ്പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. ബട്ട് ബബ്ലു റിമൈൻഡ് ഫോക്കസ്ഡ് ഓൺ ഹിസ് ഗോൾ. ബബ്ലു അവൻ്റെ
ഗോളിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിന്നു. ബിലീവിങ് എവ്രി വുമൺ ഡിസേർവ്ഡ് ആസ് എ സേഫ് ആൻഡ് ഹൈജീനിക് ലൈഫ്. എല്ലാ സ്ത്രീകൾക്കും സേഫ് ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള നല്ല ലൈഫ് അവർക്ക് കിട്ടണം എന്ന് അവൻ ആഗ്രഹിച്ചു. ആസ് എ റിസൾട്ട് ഹി ഇൻവെൻറ്റഡ് എ ലോ കോസ്റ്റ് മെഷീൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഒരു ലോ കോസ്റ്റ് മെഷീൻ നിർമ്മിച്ചു. ദാറ്റ് പ്രൊവൈഡഡ് ജോബ്സ് ആൻഡ് ഹെൽത്ത് ടു തൗസൻഡ്സ് ഓഫ് പുവർ വിമൻ, proving that any challenge turned into a great opportunity. നോക്കൂ, ലാസ്റ്റ് നമ്മൾ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. അതായത് എല്ലാ ചലഞ്ചുകളെയും ഓപ്പർച്യൂണിറ്റി മാറ്റുന്ന ബബ്ലു കിവാറ്റ് അല്ലെങ്കിൽ മുരുകാനന്ദം, അവരെയാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നത്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റോറിയുടെ ഒരു സമ്മറി എഴുതി കഴിഞ്ഞാൽ അത് റൈറ്റപ്പ് ആയി. റൈറ്റപ്പ് എഴുതുമ്പോൾ നിങ്ങളൊരു മിനിമം 5 പാരഗ്രാഫെങ്കിലും എഴുതാൻ ശ്രമിക്കണം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറിയിലെ കഥാപാത്രത്തെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ്, ബേസിക്കായ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. പിന്നെ ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, അല്ലേ? ഇത്രയും എഴുതിയത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ലൈഫ്, ബബ്ലുയുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രൂ മെസ്സേജ് ടു എവ്രി പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ ലൈഫ്, അല്ലേ? ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കാൻ പരാജയപ്പെടുന്ന, അല്ലെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതൊരാൾക്കും ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു മെസ്സേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് അവസാനിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് രൂപമാണ് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണിച്ചു തന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. യുവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് a social service day. The school wants to start a project to distribute free sanitary pads to poor girls in the nearby village. You want to invite Mr. Muruganandam to launch this project and talk to the students. Draft a letter. Draft an invitation letter എന്നുണ്ട് മക്കളെ. Draft an invitation, അത് ഞാൻ ആഡ് ചെയ്യാൻ മറന്നതാണ്. Invitation letter to Mr. Muruganandam asking him to be the guest of honor. ഇത് പുതിയ ഒരു ഡിസ്കോഴ്സാണ്. മുമ്പൊന്നും നമ്മൾ എഴുതിയിട്ടില്ലാത്തൊരു ഡിസ്കോഴ്സാണ്. നമ്മൾ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, അതായത് ഒഫീഷ്യൽ ലെറ്റർ എഴുതിയിട്ടുണ്ട്, പേഴ്സണൽ ലെറ്റർ എഴുതിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്താ പറയുക, അതുപോലെയുള്ള വാണ്ടഡ് എന്ന് പറഞ്ഞ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. വാണ്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആളാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ലെറ്റർ പുതിയതാണ്. അപ്പോൾ നമ്മളിത് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്ലബ്ബ് ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിലെ സോഷ്യൽ സർവീസ് ക്ലബ്ബ്, അവർ വേറൊരു പരിപാടിയും കൂടെ ആസൂത്രണം ചെയ്യുകയാണ്. എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പാവപ്പെട്ട ഗേൾസിനും സാനിറ്ററി പാഡ്സ് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? മുരുകാനന്ദമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ, എന്താ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ഷണക്കത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ഷണിക്കുക എന്നാണ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ചെയ്താൽ നമുക്കൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്താലോ? നോക്കൂ, ഞാൻ ഇൻവിറ്റേഷൻ ലെറ്റർ ഓരോ ഏരിയ ഓരോ കളറാക്കി നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻവിറ്റേഷൻ ലെറ്റർ അടിപൊളിയാവും. അതായത് ഇൻവിറ്റേഷൻ ലെറ്ററിൽ ഫസ്റ്റ് വേണ്ടത് ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ആരാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത് നോക്കും? മനു എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒരു പേര് കൊടുത്താണ്. സെക്രട്ടറി, സോഷ്യൽ സർവീസ് ക്ലബ്, ABC സ്കൂൾ, AJ നഗർ, 15 ഒക്ടോബർ 2026. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് വേണം. എന്തൊക്കെയാണ്? പേരെഴുതുക, അത് സെക്രട്ടറിയുടെ പേര്, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, സെക്രട്ടറി ആണെന്ന് എഴുതുക, സ്കൂളിൻ്റെ പേരും സ്ഥലവും കൊടുക്കുക, ഡേറ്റും കൊടുക്കുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ തീർന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ആർക്കാണ് നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്റർ എഴുതുന്നത്? നമ്മൾ ആർക്കാണ് എഴുതുന്നത്? മിസ്റ്റർ അരുണാചലം മുരുകാനന്ദം, കോയമ്പത്തൂർ, തമിഴ്നാടിലുള്ള കോയമ്പത്തൂറുള്ള അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന പത്മശ്രീ അവാർഡ് ഇട്ടിട്ടുള്ള സാറിനാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് അടുത്ത കളറിൽ ഞാൻ കൊടുത്തുക്കണുണ്ട്, ഓരോ ഭാഗവും ഓരോ സെക്ഷനാണ് മക്കളെ. അടുത്തത് റെസ്പെക്റ്റഡ് സർ, ബഹുമാനപ്പെട്ട സർ എന്ന് കൊടുക്കുക. ഇത് നമ്മൾ സല്യൂട്ടേഷൻ എന്നല്ലേ പറയാം? സല്യൂട്ടേഷൻ, അഭിസംബോധന ചെയ്യാന്നാണ് പറയാട്ടോ, സല്യൂട്ടേഷൻ. ഓക്കെ,
പിന്നെ ഒരു ചെറിയ 3 പാരഗ്രാഫായിട്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. പാരഗ്രാഫ് 1, 2, 3 നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഫസ്റ്റ് നോക്കൂ. വി are happy to inform you that our school is starting a new project called Health for All. ഞങ്ങളുടെ സ്കൂള് ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്. എന്താണ് ആ പ്രോജക്റ്റിൻ്റെ പേര്? ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. എന്നാ തുടങ്ങുന്നത്? ഓൺ നവംബർ. നമ്മൾ ഈ കത്ത് എഴുതുന്നത് മുമ്പായിരിക്കണം കേട്ടോ. കത്ത് എഴുതുന്ന ഡേറ്റ് ബാക്കത്തെ ഡേറ്റും പ്രോഗ്രാമിൻ്റെ ഡേറ്റ് ആദ്യത്തെ ഡേറ്റും ആവരുത്, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓൺ നവംബർ 10th, നമ്മൾ നവംബർ 10th തുടങ്ങുന്നത്. അണ്ടർ ദിസ് പ്രോജക്റ്റ്, ഈ ഒരു പ്രോജക്റ്റിലൂടെ our students will distribute, ഞങ്ങളുടെ കുട്ടികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഫ്രീ സാനിറ്ററി നാപ്കിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ടു ഗേൾസ് നിയർ ബൈ വില്ലേജസ് who cannot afford them. തൊട്ടടുത്തുള്ള വില്ലേജിലുള്ള കുട്ടികൾക്ക്, ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഞങ്ങളത് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ പ്രോഗ്രാം എന്താണെന്നുള്ളത് ഭംഗിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇനി രണ്ടാമത്തെ ഭാഗമാണ്. We have read your inspiring story in our English textbook. ഞങ്ങൾ നിങ്ങളെ കഥ ഞങ്ങളുടെ ഇംഗ്ലീഷ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. ആരോടാ പറയുന്നതെന്ന് അറിയോ? മിസ്റ്റർ അരുണാചലം മുരുകാനന്ദം സാറിനോടാണ് പറയുന്നത്. ഓക്കെ. വി ആർ അമേസ്ഡ് ദാറ്റ് ഹൗ യു ഫേസ്ഡ് സോ മെനി സ്ട്രഗിൾസ് ടു ഹെൽപ്പ് വിമൻസ് ഹെൽത്ത്. നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഹോണർ for us if you could come to our school as the chief guest to launch this project. നിങ്ങൾക്ക് ഞങ്ങളെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വരാൻ കഴിയുകയാണെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാന നിമിഷമായിരിക്കും അല്ലേ. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, your words will motivate our students to solve social problems and help the poor. So humbly request you to accept our invitation. നിങ്ങൾ സംസാരിച്ചാൽ ഞങ്ങളെ കുട്ടികൾക്കൊക്കെ അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സർ, നിങ്ങൾ എന്ത് ചെയ്യണം? ഹംബ്ലി റിക്വസ്റ്റ്, ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു ടു ആക്സെപ്റ്റ് അവർ ഇൻവിറ്റേഷൻ, ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിക്കണമെന്ന്. അതോടുകൂടെ ലെറ്ററിൻ്റെ ആ ഒരു മേജർ ഭാഗം അവിടെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എന്താ? താങ്ക് യു എന്ന് കൊടുക്കുക അല്ലേ. താങ്ക് യു എന്ന് കൊടുത്തിട്ട് താഴെ യുവേഴ്സ് സിൻസിയർലി. ഇനിയിപ്പോൾ താങ്ക് യു ഒഴിവാക്കി യുവേഴ്സ് സിൻസിയർലി മാത്രം കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ SD എന്ന് പറഞ്ഞ സൈൻ, നിങ്ങളുടെ ഒരു സൈൻ വേണം. മനു M പേര് വേണം. എന്നിട്ട് ആരാണ് മനു? സെക്രട്ടറി, സോഷ്യൽ സർവീസ് ക്ലബ്ബ്. ഇത്രയും എഴുതിയാൽ 6 അല്ലെങ്കിൽ 5 7 മാർക്ക് ഷുവറായിട്ടും കിട്ടും. സോ ഇത് പുതിയ സിലബസ് ആണ്. ഇത് മുമ്പൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇത് എഴുതി പഠിക്കുക, അതിൻ്റെ സ്ട്രക്ചറുകൾ ഓരോ ഭാഗവും. ആദ്യം വേണ്ടത് ആരാണ്? ഫ്രം ആണ് അല്ലേ. ഫ്രം എന്നൊന്നും നമ്മളിപ്പോൾ കൊടുക്കണ്ട. പണ്ടൊക്കെ നമ്മൾ ഫ്രം ടു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം അതൊന്നും വേണ്ട. ഓക്കെ. ഇപ്പോൾ എല്ലാം നമ്മൾ ഫ്രം ടു ഒക്കെ ഒഴിവാക്കിയിട്ടാണ് കൊടുക്കാറ് കേട്ടോ. 2 വേണ്ട. 2 ആരാന്ന് എഴുതിയാൽ മതി. റെസ്പെക്റ്റഡ് സാർ എന്ന് എഴുതുക. പിന്നെ നമ്മളെ ബോഡി പാരഗ്രാഫുകൾ അതുപോലെ എഴുതുക, കാര്യങ്ങൾ വിവരിക്കുക. ലാസ്റ്റ് സാറ് വന്നാൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അവസാനിപ്പിക്കുക. സിൻസിയർലി എന്ന് കൊടുത്തിട്ട് പേരും അഡ്രസ്സൊക്കെ കൊടുക്കുക. അത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഐ വിൽ കം വിത്ത് അനദർ വീഡിയോ ഇൻ ദ കമ്മിങ് ഡേയ്സ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.